ഇവനെന്തിരി ക്യാമറ കൊണ്ട് എന്റെ ബാക്കിൽ വരുന്നത്? നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷെ നോക്കി ഇങ്ങനെ മഞ്ഞുള്ള രാത്രി വേർത്ത് കുളിച്ച് മരിച്ചു ഞാൻ ബേസിലെ പോലില്ലേ. ഞങ്ങള് പോവോ? ഞാൻ പോയ വണ്ടി ഇങ്ങോട്ട് വരുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഞാൻ 80s ഒന്ന് ടൈം ട്രാവൽ ചെയ്തേക്കാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ എടുക്കാൻ പോവാണ് ഗൈസ്. നോക്കൂ, എവിടെ പോയി ഒളിച്ചിരിക്കുന്ന. അപ്പൊ ഗൈസ്, നമ്മൾ കുറെ നാളായി വിചാരിക്കുന്നു കല്യാണി സോങ് ഒന്ന് ചെയ്യണം എന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് ദിവസം ഞാനിങ്ങനെ എൻ്റെ കൂടെ ചെയ്യുന്ന ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. പക്ഷെ ആ ആർട്ടിസ്റ്റിന് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. ഫൈനലി ആ ആർട്ടിസ്റ്റിന് ഒരു ഡേറ്റ് കിട്ടി. ആ ആർട്ടിസ്റ്റ് എൻ്റെ കൂടെ ചെയ്യാന്ന് പറഞ്ഞേക്കാണ് ഞാൻ ആർട്ടിസ്റ്റിനെ വിളിക്കാം. ഗൈസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്. Let me introduce the artist, the co-actor. നിങ്ങളെ അതിരടിയിലെ പോസ്റ്റർ ഉണ്ടായിരുന്നോ ബേസിൽ ജോസഫിന്റെ? ബേസിലെ പോലില്ലേ. അപ്പൊ ഇന്ന് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നോ ഞാൻ രാമൂട്ടന്റെ കൂടെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ഡാൻസ് ഒന്നും കളിക്കുന്നില്ല എന്ന്? അപ്പൊ ഞാൻ കുറെ നാളായ ആഗ്രഹം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേക്കുന്നത്. ഫൈനലി എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ആണ്. രാമു is dancing. കണ്ടോ, ഇവരാണ് ഇന്ന് ആ ആർട്ടിസ്റ്റിന്റെ കൂടെ കളിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്. ഇതെല്ലാരും എൻ്റെ പിള്ളേരാണ് കേട്ടോ. ഇത് ഇവക്ക് എപ്പോഴും ഞാനിവിടെ പേര് മാറിപ്പോ. ഇത് നമ്മുടെ കൃഷ്ണ, ഇവാനിയ, നിവ്യ, ശ്രേയ. ഇതെല്ലാം എൻ്റെ കുട്ടികളാണ് ഗൈസ്. അപ്പൊ ഈ കുട്ടികൾ ഇന്ന് ചേട്ടന്റെ കൂടെ ചേട്ടൻ സപ്പോർട്ട് സെറ്റാക്കും. ചേട്ടൻ ഫുള്ള് ഡാൻസ് പഠിച്ചിട്ടുണ്ടല്ലേ ചേട്ടാ രാമോ? ഓക്കെ ഗൈസ്, അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നത് അനൂപേട്ടനെ എല്ലാവർക്കും അറിയാം. ബിക്കോസ് എൻ്റെ എല്ലാം നല്ല വലിയ വൈറൽ വീഡിയോകളിൽ എല്ലാത്തിൻ്റെയും ക്യാമറമാൻ ആയിരിക്കും. എൻ്റെ കല്യാണം കഴിപ്പിച്ചു തന്നതൊക്കെ ഞങ്ങളുടെ കല്യാണം തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അനുപേട്ടനുണ്ട്. പിന്നെ നമ്മുടെ അനുപിന്റെ വൈഫ് ഗീതു കുട്ടി എന്നെ കളിക്കുന്നതൊക്കെ. എടാ, നീ വളർന്നു വരുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലടാ. പിന്നെ നമ്മുടെ പിള്ളേര് അംഫാടി, പിന്നെ നമ്മുടെ ക്രിസ്റ്റീബിനു വേണമെങ്കിൽ കളഞ്ഞാൽ മതിയല്ലടാ. ഇവനെന്തിരി ക്യാമറ കൊണ്ട് എന്റെ ബാക്കിൽ വരുന്നത്? വണ്ടിയുടെ സൗണ്ട് വരും, ഞാൻ വീൽ റിവീൽ ചെയ്തു, അങ്ങനെ ആള് വരും, ഫ്രെയിമിലേക്ക് വരും. അതാണ് ഷോട്ട്. രാമോ, ബെൽറ്റ് വേണോ? എന്നാ വന്നേ അവിടെ. ആർട്ടിസ്റ്റ് റെഡി. എടാ ശരിക്കും മറ്റേ ജിംഗിൾ ബെൽ എല്ലാരും കണ്ട് കൈയടിക്കണം. പറ്റും നിനക്ക്? പറ്റില്ല രാമു. ഓൾ ദി ബെസ്റ്റ് രാമു. പോവോ? ഞാൻ പോയ വണ്ടി ഇങ്ങോട്ട് വരുമോ? സംശയമുണ്ട് എനിക്ക്. എടാ, ഇപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് യൂട്യൂബിൽ റീലിലൊക്കെ ഇട്ട് തുടങ്ങിയ ആൾക്കാർ. പിന്നെ നമുക്കതുകൊണ്ട് ഇനിയിപ്പോൾ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് ഇങ്ങനെ മുറിച്ച് ഇടാം. ബാലൻസ് ഉള്ളൂ. എനിക്ക് എവിടെ പോണ്ട, സൂര്യന് പോണേ. ഇനി നടന്നോ? ഇതൊന്നും കൂടി എടുക്കണ്ടേ? അതുപോലെ വൃത്തിക്ക് എടുക്കാണോ? ഓ, ഇത്രയും ലൈറ്റ് ഉണ്ടല്ലേ, കഷ്ടപ്പെട്ട് വെറുതെ ആയിട്ടില്ല. കൈ എടുക്കണം, ഇങ്ങനെ വരുള്ളൂ കാലി.
നീ അത് കംപ്ലീറ്റ് ചെയ്യും. ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. അഴുക്ക ചെറുക്കൻ. അടിവയറ്റില് മഞ്ഞുള്ള രാത്രി. നിർത്താൻ വേണ്ടി വേഗം ഫിനിഷ് ചെയ്യല്ലേ? അങ്ങനെ ചെയ്യല്ലേ? മനസ്സിലായടാ ഇത് നമുക്ക് അങ്ങനെ ഇതാവണ്ടേ. കംഫർട്ടബിൾ ആവുന്നില്ല രാമോന്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അടിവയറ്റിലും മഞ്ഞുള്ള മാക്സിമം നമുക്ക് ഫോക്കസ് ചെയ്യിക്കാം. പക്ഷെ നീ നോക്കി ഇങ്ങനെ മഞ്ഞുള്ള രാത്രി ഇതെന്നാ അതൊരു നല്ല എക്സ്ട്രീം ക്ലോസ് ഇട്ടല്ലെന്നാ മഞ്ഞുള്ള രാത്രി അങ്ങനെ ചെയ്തേ. നോക്കി ഒന്ന് ചെയ്തേ. പഠിക്കാൻ പോയിട്ട് ഞാൻ ആ വണ്ടി എടുത്ത് നോക്കണം, വേർത്ത് കുളിച്ച് മരിച്ചു ഞാൻ. രാമു നീ ചെയ്യുന്ന പക്ഷെ ആക്ച്വലി സെറ്റ് അതിനൊക്കെ വല്ലാത്തൊരു നാണം. ആ നാളാണ് വേണ്ടാത്ത. അറിയാത്ത പണി ഒന്നുമില്ല, ചെയ്തോ. 5 6 7 നെഞ്ച് വയറ് അല്ല അടിവയറ്റില് മഞ്ഞുള്ള രാത്രി അങ്ങനെ പറ. അടിവയറ്റില് 5 6 7 അടിവയറ്റില് മഞ്ഞുള്ള രാത്രി. അടിവയറ്റില് മഞ്ഞുള്ള രാത്രി. ഓ ചെയ്തോ. ഇല്ല കുഴപ്പമില്ല, ബാക്കി പിള്ളേരെ വെച്ച് ഫില്ല് ചെയ്തോളാം. ആ ചെയ്തരാ. അവിടെ എന്തെങ്കിലും ചുമ്മാ എന്റെ ചുറ്റിനെ കാണിക്കാൻ. അങ്ങനെ പോകും. അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതില് മെയിൻ ക്യാരക്ടറിനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു. മെയിൻ ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? ഈ വീഡിയോ നിങ്ങളും കാണാൻ പോകുന്നില്ല. ഇത്ര കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ വീഡിയോ ഇറങ്ങാതിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഉത്തരവാദിത്തം നമ്മളല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, നമ്മുടെ ഓഡിയൻസ് ആണ്. നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളോട് പറഞ്ഞില്ലേ അത് ചേച്ചി സാധിച്ചതാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തരുന്നത്. ഓക്കെ, അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. 2 പിള്ളേരുള്ളൂ കേട്ടോ, ബാക്കി 2 വേറെ വണ്ടിയിൽ. അവര് നിർത്തിപ്പോയി, അവര് നിർത്തിപ്പോയി. എന്തായാലും കുഴപ്പമുണ്ടാവില്ല, നമ്മൾ വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇതെന്തായാലും നിങ്ങളുടെ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. എടാ നിങ്ങൾ ഹാപ്പി അല്ലടാ? ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോയിട്ട് ആ വീഡിയോ കാണുക, എന്നിട്ട് ഇവിടെ വന്ന് കമന്റ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് തേങ്ങ വിളയണോ? ആ അപ്പൊ ഗൈസ് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണം. അതായത് രാമുണ്ടെ കൊണ്ട് ഞാൻ ഇനിയും ഡാൻസ് കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രാമുണ്ടെ കൊണ്ട് ഞാൻ ഇനിയും ഡാൻസ് കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മൾ എന്തായാലും ഇനിയും ഒരുപാട് ഡാൻസ് ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.